ഒന്നാമത്തത് ഇവിടെ മറ്റേ ബട്ടൺ കാണാതെ പ്രസ് ബട്ടണേ വയ്ക്കത്തുള്ളൂ. പിന്നെ പോക്കറ്റ് അടിക്കുന്ന കഴിഞ്ഞാൽ പോക്കറ്റിനും ഇങ്ങനെ ഷേപ്പ് അടിക്കും. വേറെ പോക്കറ്റ് ഷേപ്പ് അടിക്കുകയില്ല. അങ്ങനെയുള്ള ചില പ്രത്യേകത. പിന്നെ ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ശരീരത്തിൽ ഒട്ടിയിരിക്കും. ആദ്യമായിട്ട് പുള്ളി പ്രദക്ഷിണിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ജുബ്ബ തയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കടയിൽ വന്നതാണ്. അന്ന് അങ്ങനെ ഒരെണ്ണം തയ്ച്ച് അത് പുള്ളി ഇഷ്ടപ്പെട്ട് അതിപ്പോൾ തുടർന്ന് ഈ അവസാനം വരെ പുള്ളിയുടെ വർക്ക് കഴിഞ്ഞു. ഏകദേശം എത്ര ജുബ്ബ തയ്ച്ചാണ് VS-ന്? അത് എണ്ണം പറയാൻ പറ്റില്ല. ഒരു കാര്യം ഓരോ ഓണം വരുമ്പോഴും എങ്ങനെ വന്നാലും ഒരു 10-15 കാണും. പിന്നെ ഇടയ്ക്ക് ഏതെങ്കിലും കൊണ്ടുവരും, അതും കാണും. ആരാ കൊണ്ടുവരികയും അദ്ദേഹം കൊണ്ടുവരുന്നത് മിക്കവാറും പുള്ളിയുടെ അവിടെ വർക്ക് ചെയ്യുന്ന കൂടെ ഉള്ള ഒരാളുണ്ട്, അവിടെ പേര് മറന്നുപോയി, ഉദയനാണ് സാറിനെ കൊണ്ടുവരുന്നത്. പിന്നെ തയ്ച്ചു തീരുന്ന സമയത്ത് പുള്ളി ഇവിടെ ഗസ്റ്റ് ഹൗസിലാണ് വല്ല വരികയാണെങ്കിൽ വിളിച്ച് പറയും, പറയുകയാണെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കും. നേരിട്ട് മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കുമ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട്. കാര്യം ഞാൻ പല പ്രാവശ്യം ഇപ്പോൾ ഓണത്തിന് പുള്ളിയുടെ വീട്ടിൽ പോയി വിഷ് ചെയ്യും. പിന്നെ അതല്ല ക്രിസ്മസ് വരുമ്പോൾ ഞാൻ ക്ലിഫ് ഹൗസിൽ പോയിട്ട് പുള്ളിനെ വിഷ് ചെയ്യും. പിന്നെ ഗസ്റ്റ് ഹൗസിൽ ഇതുപോലെ വരുമ്പോൾ അവിടെ വെച്ച് കൊടുക്കാൻ ചിലപ്പോൾ കാണും. VS ഒരു VS എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി അല്ലെ പ്രതിപക്ഷ നേതാവ്, സാധാരണക്കാരൻ നിങ്ങളൊക്കെ കാണുമ്പോൾ പുള്ളിയെക്കുറിച്ചുള്ള വ്യക്തിത്വം എങ്ങനെയാണ്? അതാണ് എനിക്ക് പുള്ളിയോടുള്ള ഏറ്റവും വലിയ സ്നേഹമാണ്. കാര്യം ഒരു മുഖ്യമന്ത്രിയാണെങ്കിലും ശരി അതിൻ്റെയായിട്ടുള്ള യാതൊരു ഇതുമില്ല. ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ ചെന്ന് കഴിഞ്ഞാലും ശരി പുള്ളി കയറിയിരിക്കാൻ പറയും. അതല്ല ഗസ്റ്റ് ഹൗസിൽ ചെന്നാലും ശരി ആ ഭാഗം കയറി വന്ന് പറയും. ഈ നമ്മൾ സാധാരണ ഓരോ കസ്റ്റമേഴ്സിൻ്റെ വീട്ടിലൊക്കെ ചെന്ന് ചിലപ്പോൾ എവിടെയൊക്കെ തൂങ്ങിക്കേണ്ടി വരും കൊടുത്തത്. ഇതങ്ങനെയുള്ള ഒരവസ്ഥയില്ല. അപ്പം ആ മുഖ്യമന്ത്രി ആണെങ്കിലും അങ്ങേർക്ക് അതിൻ്റെയായിട്ടുള്ള ആ ഒരു എളിമത്വം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അത് അതുകൊണ്ടാണ് എനിക്ക് പുള്ളിയുടെ ഏറ്റവും വലിയ സ്നേഹം. ചേട്ടനെ വിളിക്കുന്നത് എങ്ങനെയാണ്? പുള്ളി പേരാണോ വിളിക്കുന്നത് അതോ കാർലോസ് എന്ന് വിളിക്കും? കാർലോസ് എന്ന് വിളിക്കും. പേരൊക്കെ അറിയാമല്ലേ? അറിയാം. ഓണത്തിനൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് സാറിന്? ഓണത്തിന് പോകുമ്പോൾ ഞാൻ പുള്ളിക്ക് ഒരുപാട് ഡ്രസ്സും ഒക്കെ കൊടുത്ത് പോയി വിഷ് ചെയ്യും. അവിടെ പോകുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഒരുപാട് ഡ്രസ്സും അല്ലെങ്കിൽ ഒരു കേക്കും ഒക്കെ കാണും. ഇതിപ്പം എനിക്ക് തോന്നുന്നു എത്ര വർഷമായി ഇപ്പം VS-ന് വേണ്ടി ഉടുപ്പ് തയ്ക്കാതായിട്ട്? 25 വർഷത്തിൽ കൂടുതൽ. തയ്ക്കാതായിട്ട് എത്ര ഇപ്പം? തയ്ക്കാതായിട്ട് പുള്ളി സൂല കിടപ്പായപ്പോൾ മുതൽ 2-3 വർഷമല്ലേ? കിടപ്പായപ്പോൾ മുതൽ പിന്നെ ഇവിടെ ആവശ്യം വരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഏത് ജുബ്ബയാണ് തയ്ച്ചത്? അത് ഞാൻ ഓർക്കുന്നില്ല. അതിപ്പം അവസാന യാത്രയ്ക്ക് വേണ്ടി ഏതാണ്ട് യാത്രയ്ക്ക് വേണ്ടി ഒരെണ്ണം ലാസ്റ്റ് കഴിച്ചുകൊണ്ട് പോയി. അത് മരിച്ചതിന് ശേഷമോ? മരിച്ചതിന് ശേഷം അല്ല, മരിക്കുന്നത് സീരിയസ് ആയിട്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുപോയി. ഒന്നും കൊണ്ടുപോയല്ലേ? ആ ജുബ്ബയായിട്ടാണ് വലിയ ചുടുകാട്ടിലോട്ട് പോയത്? ആണെന്ന് തോന്നുന്നു. അത് ഞാൻ കാണാൻ പോയിരുന്നു, പക്ഷേ ഇട്ടത് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ല. പൈസ ഒക്കെ കൃത്യമായിട്ട്? പൈസ കറക്റ്റാണ്. നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ തയ്യക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് തയ്യക്കൂലി വരും. VS-ൻ്റെ ജുബ്ബയുടെ പ്രത്യേകത ഉണ്ട്. എല്ലാവർക്കും തയ്ക്കുന്ന പോലാണ്? അല്ല, ഇതിനകത്ത് ഒരുപാട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഇവിടെ മറ്റേ ബട്ടൺ കാണാതെ പ്രസ് ബട്ടണേ വയ്ക്കത്തുള്ളൂ. പിന്നെ പോക്കറ്റ് അടിക്കുന്ന കഴിഞ്ഞാൽ പോക്കറ്റിനും ഇങ്ങനെ ഷേപ്പ് അടിക്കും. വേറെ പോക്കറ്റ് ഷേപ്പ് അടിക്കുകയില്ല. അങ്ങനെയുള്ള ചില പ്രത്യേകത. പിന്നെ ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ശരീരത്തിൽ ഒട്ടിയിരിക്കും.